നാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീകളെ പരസ്യമായി മർദ്ദിച്ചു. നൂറണി സ്വദേശി കിരൺ എന്ന വ്യക്തിയാണ് സ്ത്രീകളെ മർദ്ദിച്ചത്. 15 വയസ്സുള്ള കുട്ടിയോട് ലൈംഗിക ചുവയോട് സംസാരിച്ചു. ഇത് ചോദ്യം ചെയ്തതിനാണ് സ്ത്രീകളെ മർദ്ദിച്ചത്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്ത് വേണമെങ്കിൽ ഞാൻ വിളിക്കും. അതല്ല, എന്റെ അമ്മ എന്നെ ഉണ്ടാക്കി നീ ഇതുപോലെ രണ്ടും കെട്ട സ്വഭാവം അതന്നെ കണ്ടാറിയിടുന്ന ആരാന്ന് പോലും അറിയാത്ത മക്കളുടെ അടുത്ത് കച്ചറ കഴിഞ്ഞാൽ നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടാ? ആരാന്ന് പോലും അറിയില്ല. അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് കച്ചറൊക്കെ മുണ്ടാണ്ട് ഒരാവശ്യമില്ലാണ്ട്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയും രണ്ടും പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെന്നെ പെട്ടെന്ന് കോൾ ചെയ്തു, ഇവിടെ ഒരു സീനുണ്ട്, ഇവർ കച്ചറ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടീനോട് അയാൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ സെക്സ് ചെയ്യാൻ തോന്നുന്നു, നിനക്ക് തിരിച്ച് എന്നോട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ള രീതിക്ക് സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് അത് കേട്ട ഉടനെ തന്നെ ഇവരാകെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പോയി ചോദിച്ചു, നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എനിക്കത്രയും അത് ഹേർട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ ചെസ്റ്റിൽ പിടിച്ച് തള്ളിയതിന് ശേഷം എൻ്റെ ഒരുപാട് പേര് വിളിച്ചു. ചെസ്റ്റിൽ പിടിച്ച് തള്ളിയിടും, ഒരുപാട് പേരെയും വിളിച്ചു. അപ്പോൾ ആ സ്പോട്ടിൽ എനിക്ക് എന്താ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണുമായിട്ട് ഒരു കുത്തു കൊടുത്തു. എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ അടിച്ചു അയാൾ. അതിനുശേഷം ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോകുകയും എൻ്റെ പുറകെ വന്ന് എന്നെ ഒരുപാട് പ്രാവശ്യം എൻ്റെ കർണത്തേക്ക് അടിക്കുകയും എന്നെ പിടിച്ച് വലിക്കുകയും ആൾക്കാരുടെ ഇടയിൽ തള്ളിവിടുകയും ചെയ്തു. അത്രയും ആൾക്കാർ അവിടെ കൂടി നിന്നിട്ടും ഒരു മനുഷ്യൻ പോലും പ്രതികരിക്കുന്നുണ്ടായില്ല. പോലീസ് വന്നിട്ടും പോലീസും കണ്ടു എന്നെ അവരുടെ മുന്നിലിട്ട് തല്ലണത്. എന്നിട്ട് പോലീസ് റിയാക്ട് ചെയ്തില്ല. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതാണ്, മർദ്ദനമേറ്റ സ്ത്രീകളുടെ പ്രതികരണവും കേട്ടതാണ്. വളരെ മോശമായ നിലയിൽ റെയിൽവേ സ്റ്റേഷനിൽ, അതായത് CCTV ക്യാമറകൾ ഒക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഒരു പെരുമാറ്റം ഒരാളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇയാളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് അരുൺ ആലത്തൂർ? വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിലേക്ക് ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്ന യുവതികൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. പാലക്കാട് തന്നെ നൂറണി സ്വദേശിയായ കിരൺ എന്ന വ്യക്തിയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരിലേക്ക് ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്ന ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത്. അവരോട് വളരെ മോശമായി, 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ആദ്യം വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അത് ആ പെൺകുട്ടിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ചോദ്യം ചെയ്യുന്നു. ഇതോടുകൂടെ പിന്നീട് അവരെ നിരന്തരം അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ഒക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. ഈ സംഭവത്തിൽ ഏതായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ത്രീകളെ ആക്രമിക്കൽ, പൊതുസ്ഥലത്ത് അശ്ലീലം പറയൽ, ലൈംഗിക ചുവയോടെ ശാരീരിക സ്പർശനം, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ 15 വയസ്സുകാരിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ച സംഭവത്തിൽ പോക്സോ വകുപ്പ് പോലീസ് ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും 48 വയസ്സുകാരനായ കിരൺ എന്ന ആളാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഈ സ്ത്രീകളെ മർദ്ദിക്കുന്നത് ഉൾപ്പെടെ ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും 4 സ്ത്രീകൾക്കാണ് ഇത്തരമൊരു ദുരനുഭവം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നേരിട്ടത്. അവർ കഴിഞ്ഞ ദിവസം കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി പോയപ്പോഴായിരുന്നു അവരോട് ആദ്യം അടുത്തു വന്നിരുന്ന് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അത് ഈ 15 വയസ്സുള്ള കുട്ടിയും മറ്റും ചോദ്യം ചെയ്തതോടുകൂടെ തന്നെ അവരോട് തട്ടിക്കയറുകയും അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. പൊതു സ്ഥലത്ത് വെച്ച് ധാരാളം ആളുകൾ നോക്കി നിൽക്കുകയാണ് ഇയാൾ ഇത്തരമൊരു അതിക്രമം ചെയ്തത് എന്നുള്ളതാണ്. വിനോദ്, ഇയാൾക്കെതിരെ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുകയോ കേസിൻ്റെ നടപടി എന്താണെന്ന് പറയാൻ കഴിയുമോ അരുൺ?
നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകളെ ആക്രമിക്കൽ, അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് അശ്ലീലം പറയൽ, ലൈംഗിക ചുവയോടെ ശാരീരിക സ്പർശനം, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ 15 വയസ്സുള്ള കുട്ടിയോടാണ് ഇത്തരം ഒരു മോശമായ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത്, ലൈംഗിക ചുവയോടെ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോക്സോ വകുപ്പ് കൂടെ ചുമത്തേണ്ടതാണ്. പോക്സോ വകുപ്പ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് വിനോദ്. യെസ്, വളരെ വ്യക്തമാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് സ്ത്രീകളോട് മോശമായി പെരുമാറുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ആളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. ഇടവേള.